ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പെണ്ണ് കേസിലല്ലേ നിന്നെ കുടുക്കിയത്, അത് പേടിക്കാതല്ലേ നീ ഇറങ്ങി നടക്കുന്നേ. എടാ, അവളോടൊപ്പം സുജാതയില്ലേ? അവക്ക് വേണ്ടി ചാവാൻ പോലും സുജാത തയ്യാറല്ലേ? പിന്നെ നീ എന്തിനാടാ കീഴടങ്ങി നടക്കുന്നേ? സുജാതേ, ഒന്നാലോചിച്ച കഷ്ടമാ. എന്താ? ഞങ്ങള് ഭക്ഷണം വാങ്ങിക്കാൻ നിർത്തിയപ്പോ തനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ വാങ്ങിച്ചു. നമുക്കിന്ന് ഫുഡ് ഒരുമിച്ചിരുന്ന് കഴിക്കാം. അച്ഛന്റെ ആഗ്രഹമാണോ അതോ മകന്റെ നിർബന്ധമാണോ? ഛേ, താൻ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. വാ, നമുക്കിരിക്കാം. ശരവണ, ഇതൊക്കെ എടുത്ത് മേശപ്പുറത്ത് വിളമ്പിക്കേ. ഒരാളുടെ കൂടെ നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ അയാളുടെ കൂടെ നമുക്ക് മാന്യമായൊരു ബന്ധം വേണ്ടേ? അല്ല, നമ്മൾ തമ്മിൽ ഇപ്പൊ എന്താ ബന്ധം? നിങ്ങളുടെ മനസ്സിലെ എന്റെ സ്ഥാനമാണ് ഞാൻ ചോദിച്ചത്. എന്നമ്മ സാറ് തന്നെ കൂപ്പിടുന്നത്? സാറുടെ മനസ്സ് മാറിയില്ലേ? ശരവണ, നീ ഒരു പാവമാ. ഈ മനസ്സൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ജെആറിനൊപ്പം ചിരിച്ചു കളിച്ചു വരാൻ പറ്റുന്നത്? എങ്ങനെ വേണമെങ്കിലും സംശയിക്കാം, ഈ ഭക്ഷണത്തിൽ അച്ഛനും മകനും വിഷം ചേർത്തിട്ടുണ്ടോന്ന് പോലും. സുജാത, പ്ലീസ്. എടോ, ഒരുപാട് ദിവസമായി നമ്മൾ ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട്. എനിക്കെന്തോ വല്ലാതെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഫീലോ? അങ്ങനൊരു കാര്യം ഈ മനസ്സിനകത്തുണ്ടോ? അതൊരു വലിയ സംഭവമാണല്ലോ. എനിക്കിഷ്ടപ്പെട്ട ചില വിഭവങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഏത് കണ്ടീഷനിൽ അതെന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചാലും അത് ഞാനെടുത്ത് കഴിക്കുമെന്നും നിങ്ങൾക്കറിയാം. ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഭക്ഷണം സ്നേഹമുള്ള ഒരാള് വിളമ്പുമ്പോ അത് അമൃതായിട്ട് തോന്നും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം വെറുപ്പുള്ള ഒരാള് വിളമ്പുമ്പോ അതില് വിഷമുള്ളതായിട്ടും തോന്നും. എന്റെ അവസ്ഥ രണ്ടാമത്തേതാ. നിങ്ങളുടെയോ നിങ്ങളുടെ മകന്റെയോ സൗജന്യങ്ങൾ എനിക്ക് ആവശ്യമില്ല. എന്റെ പൊന്നച്ഛാ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ആരെ നിർബന്ധിക്കാനൊന്നും നിൽക്കണ്ട. നമുക്ക് കഴിക്കാം. എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലേ, അത് നമുക്ക് മനസ്സറിഞ്ഞ് വിളമ്പി തരാൻ ഇവിടെ നമുക്കൊരാളുണ്ട്. നിത്യേ, നിത്യേ, അമ്മ എന്താ? എല്ലാവർക്കുള്ള ഭക്ഷണമുണ്ട്, എല്ലാവർക്കും കൂടെ വിളമ്പിക്കാം. താൻ വിളമ്പിയിട്ട് കഴിക്കണമെന്നുള്ളത് അച്ഛൻ്റെയും എന്റെയും ആഗ്രഹമാണ്. എന്തുപറ്റി? പറ്റില്ലേ? പറ്റും, ഞാൻ വിളമ്പി തരാം. അച്ഛാ, ഉപദേശിക്കാണെന്ന് തോന്നരുത്. ഭാര്യമാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ ചില നേരത്ത് അവരെ അനുസരിപ്പിക്കാനും നമ്മൾ പഠിക്കണം. കണ്ടോ, അച്ഛൻ സർവ്വ സ്വാതന്ത്ര്യം അമ്മയ്ക്ക് കൊടുത്തു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അമ്മ അത് നിഷേധിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ നിത്യക്ക് ഏറെ സ്വാതന്ത്ര്യമൊന്നും കൊടുത്തിട്ടില്ല, അതുള്ളതാ. പക്ഷേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ എന്നെ അനുസരിച്ചു. ദാമ്പത്യത്തിന്റെ രീതി ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ.
അച്ഛാ, അച്ഛൻ വന്നേ, നമുക്ക് കഴിക്കാം. ശരവണ, കഴിക്കാം. ശരവണ, കഴിക്കേ. കഴിക്കുന്നില്ലേ? കഴിക്കാൻ തോന്നുന്നില്ല. എടാ, തോന്നണം. 3-4 ഗുളികളുണ്ട് ഇത് കഴിച്ചിട്ട് കഴിക്കാനായിട്ട്. വെറും വയറ്റിൽ എങ്ങനെയാ കഴിക്കുന്നേ? ഇന്ന് വേണമെങ്കിൽ മരുന്ന് ഒഴിവാക്കാന്നോ ഇല്ലയോ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിത്യയുടെ ഇപ്പോഴത്തെ പെരുമാറ്റത്തിന്റെ പേരില് പട്ടിണി കിടക്കാനോ മരുന്ന് കഴിക്കാതിരിക്കാനാണോ നിന്റെ ഉദ്ദേശമെങ്കില് അത് നടക്കില്ല. അവക്ക് നന്നായിട്ട് അറിയാം, അവളും കൂടെ തോപ്പിച്ച പിന്നെ ഒന്നും ബാക്കി കാണുകയില്ലാന്ന്. അല്ലാതെ എന്ത് പറയാനാ? നിത്യ ഇപ്പൊ ചെയ്യുന്നത് ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ആ രീതിയിൽ അയാളെ കുടുക്കി കളഞ്ഞതായിരിക്കും. എന്തോന്ന് കുടുക്ക്? പെണ്ണ് കേസിലല്ലേ നിന്നെ കുടുക്കിയത്. അത് പേടിക്കാതല്ലേ നീ ഇറങ്ങി നടക്കുന്നേ. എടാ, അവളോടൊപ്പം സുജാതയില്ലേ? അവക്ക് വേണ്ടി ചാവാൻ പോലും സുജാത തയ്യാറല്ലേ? പിന്നെ നീ എന്തിനാടാ കീഴടങ്ങി നടക്കുന്നേ?